ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മന്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുവൈറ്റ് പ്രോമെട്രിക് എക്സാം ഫോർ നഴ്സസ്. അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റിന് റിപ്ലൈ ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് ടൈം ഒന്നും കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. കമൻറ്റാണ് ഏതൊക്കെ സിലബസ്, അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടതെന്ന്. സോറി, 2 ദിവസമായ കമൻറ്റ് വന്നിട്ട് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത്. അപ്പം ഞാൻ മിനിസ്ട്രി ഓഫ് കുവൈറ്റിൻ്റെ സൈറ്റിൽ നിന്ന് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷന് 30 ക്വസ്റ്റ്യൻസ്, അഡൾട്ട് നഴ്സിംഗിൽ നിന്ന് 60. അഡൾട്ട് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ സർജിക്കൽ, സൈക്കാട്രി, സർജിക്കൽ നഴ്സിംഗ് അങ്ങനെയുള്ളതൊക്കെ അഡൾട്ട് നഴ്സിംഗിലാണ് വരുന്നത്. അതിൽ നിന്ന് 60. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിൽ നിന്ന് 45, മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞാൻ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് 15 ക്വസ്റ്റ്യൻ ഒന്നും മാനേജ്മെൻറ്റിൽ നിന്ന് ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു 4-5 മാക്സിമം പോയ 5 ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിച്ചിട്ടുള്ളൂ. അതെൻ്റെ ഭാഗ്യം. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എടുത്ത് ചോദിച്ചപ്പോഴും അവർക്കും 15 ക്വസ്റ്റ്യനെ കഴിഞ്ഞും കൂടുതൽ മാനേജ്മെൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മാനേജ്മെൻറ്റ് കുറച്ചും കൂടി ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നഴ്സിംഗിൽ വരുമ്പം. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണല്ലോ, അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ സൈറ്റിൽ കിടക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്. പിന്നെ നിങ്ങൾക്കറിയാം, നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ടോപ്പിക്കാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നഴ്സിംഗ് ഫൗണ്ടേഷനും അഡൾട്ട് നഴ്സിംഗും ചൈൽഡും അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ നഴ്സിംഗിൻ്റെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് എക്സാം നല്ല കൂളായിട്ട് പാസ്സായിട്ട് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല. ഷുവറായും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നാലും നിങ്ങൾ ആ നഴ്സിംഗിൻ്റെ എല്ലാ രീതിയിലുമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പോയി പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട. അവർ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് എല്ലാം കവർ ചെയ്യുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെയുള്ള പ്രാക്ടീസിങ് സെക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യും. അല്ലാണ്ട് നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാ മേഖലകളിൽ നിന്നും, അതായത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മേഖലകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മീൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അല്ലാണ്ട് തിയറിയും കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. എൻ്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചതിരിപ്പുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ കുവൈറ്റിലോട്ട് വരാൻ നിൽക്കുന്നവരൊക്കെ ചടച്ചടിയെന്ന് എക്സാം ഒക്കെ എഴുതിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരിക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ടഫൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെ എക്സാമിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ.